സ്വകാര്യ സർവകലാശാലയിൽ ഇടത് സർക്കാരിൻ്റേത് വൈകി വന്ന വിവേകം എന്ന മുൻ IFS ഉദ്യോഗസ്ഥൻ TP ശ്രീനിവാസൻ. മറ്റാർക്കുമല്ല, TP ശ്രീനിവാസന് തന്നെയാണ് അക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമെന്ന് നിങ്ങൾക്കും അറിയാം. എന്താണ് അദ്ദേഹത്തോട് SFI, DYFI പ്രവർത്തകരൊക്കെ ചെയ്തത് എന്നത് നമ്മൾ ആരും മറന്നിട്ടില്ല. ദേഹത്ത് കരിയോയിൽ ഒഴിക്കുക, മർദ്ദനം നടത്തുക, മർദ്ദിക്കുക തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥന് നേരെ അഴിച്ചുവിട്ടത് എന്നത് നമ്മൾ ആരും മറന്നിട്ടില്ല, അല്ലേ? തന്നെ കയ്യേറ്റം ചെയ്തവരുടെ മനംമാറ്റത്തിൽ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പുതിയ നയത്തിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കുറയുന്നത് ആശങ്ക ഉയർത്തുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ നയം ഫലപ്രാപ്തിയിലെത്തുമോ എന്ന് കണ്ടറിയണമെന്നും TP ശ്രീനിവാസൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 2016 സ്വകാര്യ സർവകലാശാലകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ആഗോള വിദ്യാഭ്യാസ കോൺഫറൻസിന് നേതൃത്വം നൽകിയപ്പോഴാണ് SFIക്കാർ TP ശ്രീനിവാസനെ കയ്യേറ്റം ചെയ്തത്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാനുള്ള കരട് ബില്ലിന് മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതികരിക്കുന്നത് മുൻ IFS ഉദ്യോഗസ്ഥൻ TP ശ്രീനിവാസനാണ്. ഏതാണ്ട് 9 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ഉദ്യമത്തിന് ഇറങ്ങുന്നു. ആ ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, അത് കയ്യെഴുത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടാകുമ്പോൾ എന്ത് തോന്നുന്നു സർ? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും നാൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതിലുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. 2011 ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ഞങ്ങളൊരു റിപ്പോർട്ട് ഉണ്ടാക്കി, എന്നിട്ട് അതിനൊരു ഡ്രാഫ്റ്റ് ബില്ല് വരെ ഉണ്ടാക്കി നമ്മൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് കൊടുത്തതാണ്. പക്ഷേ UDFിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഇമ്മീഡിയറ്റ്ലി. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ് മാറ്റം ഉണ്ടായപ്പോൾ പിന്നെ ഇവരാണല്ലോ അതിനെ എതിർത്തത്. ലെഫ്റ്റിസ്റ്റ് ഗവൺമെൻറ്റും SFI ഒക്കെയാണ് അതിനെ എതിർത്തത്. അതുകൊണ്ട് അതങ്ങ് മുടി വെച്ചിരിക്കുകയായിരുന്നു. ഈ 20 വർഷം കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുഴുവനായിട്ട് മാറിയിരിക്കുകയാണ്. അന്ന് ഞങ്ങളിത് പ്രപ്പോസ് ചെയ്ത സമയത്ത് കുട്ടികൾക്ക് സീറ്റുകൾ കിട്ടുന്നിരുന്നില്ല കോളേജിൽ. അപ്പോൾ പുതിയ സർവകലാശാലകൾ ആ സമയത്ത് വന്നിരുന്നെങ്കിൽ ഒന്നാമത് മറ്റുള്ളവർക്ക് താല്പര്യം കാണും, കാരണം ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ എന്നറിയാം. പക്ഷേ ആ മാർക്കറ്റ് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട്. ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കുട്ടികളില്ല. ഈ ഫീസ് പോലുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇല്ല. ഒരു മാനദണ്ഡം എന്തെങ്കിലും വെക്കേണ്ടി വരില്ലേ? ഇപ്പോൾ ഈ ബില്ല് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, ഞങ്ങളുടെ ബില്ല് അതുണ്ടായിരുന്നു. പക്ഷേ ഈ ബില്ല് അതില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിരുന്നത് ഫീസൊക്കെ ഞങ്ങൾ നിശ്ചയിക്കും, ഒരു ബോർഡ് മെമ്പറായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഒരാൾ വേണം, സ്കോളർഷിപ്പുകൾ ഇത്ര വേണം, അതുപോലെ റിസർവേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, പ്രോഫിറ്റ് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ തന്നെ വീണ്ടും ഉപയോഗിക്കണം എന്നൊക്കെയുള്ള വളരെ സ്ട്രിഞ്ചൻ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ബില്ലുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ കേൾക്കുന്നത് അത് കുറേ കൂടെ ലിബറലാണ്. അതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്, കാരണം എതിർക്കുക എന്നുള്ളത് അതാണ് വൈകാൻ കാരണം. അതെ, എലീറ്റിസ്റ്റാണ്. ഒരു ബേസിക്കായിട്ട് ഐഡിയോളജിക്കലായിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഈക്വൽ ആവണമെന്നുള്ളത്, അതാണല്ലോ നമ്മുടെ ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷേ അങ്ങനൊരു സിറ്റുവേഷൻ ഇല്ല. ഇപ്പോൾ തന്നെ നമ്മുടെ നേതാക്കന്മാരുടെ കുട്ടികളൊക്കെ പുറത്താണ് പഠിക്കുന്നത്. എവിടെയാണ് എലിറ്റിസം ഇല്ലാത്തത്? അവസാനമായി ഒരു ചരിത്രത്തിൻ്റെ കാവ്യനീതിയായി സാറിന് തോന്നുന്നുണ്ടോ? അന്ന് കയ്യേറ്റം വരെ കാര്യങ്ങളിലെത്തി, ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതിയായി കിട്ടി. അതെ, അപ്പോൾ സാറിനത് ചരിത്രത്തിൻ്റെ കാവ്യനീതിയായി തോന്നുന്നുണ്ടോ? എന്നാലും എനിക്ക് വലിയ സന്തോഷമില്ല. ഞാൻ ബീച്ചിലിങ്ങനെ കിടക്കുന്ന പടങ്ങൾ വരുമ്പോൾ അതും ഷോർട്ട്സ് ഇട്ടുകൊണ്ടാണ് തിരക്കിട്ടില്ല, സൂട്ട് ഇട്ടുകൊണ്ടാണ് ബീച്ചിൽ കിടക്കുന്നത്. എന്തായാലും പുതിയ നയമാറ്റത്തോട് സന്തോഷം തന്നെയാണ് ശ്രീനിവാസൻ സാറിനുള്ളത്. അപ്പോഴും പുതിയ മാറിയ സാഹചര്യത്തിൽ ഇത് എത്രമാത്രം ഫലവത്താകുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ബിജു VS-നൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണെന്ന് നമുക്കറിയാം. അന്ന് SFI പ്രവർത്തകർ മർദ്ദിക്കുകയും മറ്റും ചെയ്തത്. അദ്ദേഹം വളരെ രസകരമായി അത് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും, പക്ഷേ ഇപ്പോൾ ഈ മാറ്റം വരുമ്പോൾ അതിൽ എന്തായിരിക്കും സർക്കാരിന് ഉണ്ടാകാൻ പോകുന്ന നേട്ടം? ഫലപ്രദമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചതുപോലെ തന്നെ നടത്തിയെടുക്കാൻ സർക്കാരിന് കഴിയുമോ? നയമാറ്റം എന്തായാലും നിലവിൽ വ്യക്തമാണ്. അതിൻ്റെ സന്തോഷം തന്നെയാണ് TP ശ്രീനിവാസൻ മുൻ IFS ഉദ്യോഗസ്ഥനും നമ്മോട് പങ്കുവെച്ചത്. ഇതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, 9 വർഷം മുമ്പ് ഇത്തരത്തിൽ സ്വകാര്യ സർവകലാശാല വരുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ ആ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. കാരണം ഡിഗ്രി കോഴ്സുകൾക്ക്, പ്രത്യേകിച്ച് ഈ സർവകലാശാലകളിൽ ഈ ആർട്സ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ തിരക്കായിരുന്നു. കാരണം പലർക്കും സീറ്റ് ലഭിക്കുന്നില്ല, അത്രമാത്രം ആളുകൾ ഡിഗ്രി കോഴ്സുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സാഹചര്യം, അത് എന്ന് പറയുന്നത് കുട്ടികൾ അധികമായി ഡിഗ്രി കോഴ്സുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമല്ല. കാരണം പല സീറ്റുകളും ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ എത്രമാത്രം ഇത് ഫലവത്താകുമെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു ഘട്ടത്തിലാകുമ്പോൾ എത്ര പേർ
ഇവിടെ സർവകലാശാല തുടങ്ങാൻ എത്തും എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അത് കണ്ടു തന്നെ അറിയണമെന്ന് പറയുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് ഇത്തരത്തിൽ ആ ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ നയത്തിലെ കുറേയധികം കാര്യങ്ങൾ സർക്കാർ നിയന്ത്രണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളും കാരണം ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകണം എന്നുള്ള കാര്യമായിരുന്നു അവർ അന്ന് ആലോചിച്ചപ്പോൾ ആ ഘട്ടത്തിൽ അവരുടെ നയത്തിലുണ്ടായിരുന്നത്. അത് ഈ തവണ നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഇല്ലാതാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് എത്രമാത്രം ദോഷകരമായി ബാധിക്കും, ഫീസിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ദോഷകരമായി ബാധിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ASFും ഇന്നലെ പറഞ്ഞ കാര്യം അതാണ്. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ സാമ്പത്തികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ ബാധ്യതയിൽ നിന്ന് സർക്കാരിന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കരട് ബില്ലിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാരിന് മാനദണ്ഡങ്ങൾ പാലിക്കണം. അധ്യാപക നിയമനത്തിലാകട്ടെ ഫീസ് ഇളവിലാകട്ടെ സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. എത്രമാത്രം ദൂരവ്യാപകമായ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളത് വലിയ സംശയം തന്നെയാണ് മോത്തി. എന്തായാലും നയം മാറ്റം അത് വ്യക്തമാണ്. ശരി രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകി.